ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മിഡ് ക്യാപ്പും എല്ലാം വളരെ ശക്തമായിട്ട് ഉയർന്നൊരു ദിവസമായിരുന്നു. ഇന്നത്തെ ആകെ മൊത്തത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കുറച്ച് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം പറയാം. അതിനുശേഷം ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ മാർക്കറ്റ് അതിശക്തമായിട്ട് ഉയർന്നൊരു ദിവസമായിരുന്നു. നിഫ്റ്റി 50-ലെ 50-ൽ 49 സ്റ്റോക്കുകളും ഗ്രീനിൽ ക്ലോസ് ചെയ്ത ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. വെള്ളിയാഴ്ചത്തെ ആ ഒരു നേട്ടം ഇന്ന് നിലനിർത്താൻ സാധിച്ചു എന്നത് തന്നെയാണ് മറ്റൊരു പ്രത്യേകത. ഇനി ഇന്നത്തെ ഒരു ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയേക്കാൾ സ്വല്പം മുകളിൽ നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റി തന്നെയായിരുന്നു. 1377 പോയിന്റ്സാണ് ബാങ്ക് നിഫ്റ്റി ഉയർന്നത്. മിഡ് ക്യാപ്പ് നന്നായി തന്നെ പെർഫോം ചെയ്തു. 1473 പോയിന്റ്സ് ഉയർന്നു. അതിൽ തന്നെ ടോപ്പ് ഗെയിനേഴ്സായി മാറിയത് റിലയൻസ്, HDFC ബാങ്ക്, ICICI ബാങ്ക് എന്നിവയായിരുന്നു. ഇവയൊക്കെ തന്നെയാണ് നിഫ്റ്റിയെ കൂടുതലായിട്ട് ഉയർത്തിയത്. ഇനി ഓട്ടോ സ്റ്റോക്കുകൾ വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണ നിഫ്റ്റിക്ക് നൽകി. പ്രത്യേകിച്ച് ടാറ്റ മോട്ടോഴ്സ് ഓട്ടോ സ്റ്റോക്കുകൾ ഇന്ന് 5 മുതൽ 7% വരെയാണ് ഉയർന്നത്. ട്രംപ് ഇപ്പോഴത്തെ ഈ ഒരു താരിഫിൽ ഇളവ് വരുത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഓട്ടോ സ്റ്റോക്കുകൾ ഉയരാനുള്ള കാരണമായത്. റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകൾ, ടയർ സ്റ്റോക്കുകൾ, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എന്നിവയെല്ലാം നേട്ടമുണ്ടാക്കിയ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റുകൾ നോക്കിയാൽ ഏകദേശം 100 പോയിന്റ്സിന്റെ മുകളിൽ അപ്പായിട്ടാണ് ഡൗ ജോൺസ് നിൽക്കുന്നത്. S&P 500 0.32% നേട്ടത്തിൽ, നാസ്ഡാക്ക് 0.43% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾ ശക്തമായി തന്നെയാണ് ക്ലോസ് ചെയ്തത്. FTSEയും ഡാക്സും 1.5% അടുത്ത് ആണ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും എല്ലാം തന്നെ ഗ്രീനിൽ തന്നെയായിരുന്നു. ഇന്നത്തെ ചില പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് ഏകദേശം 20% ഇടിഞ്ഞു. ഗിഫ്റ്റ് നിഫ്റ്റിയും ഇപ്പോൾ പോസിറ്റീവിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. 23,392-ൽ 46 പോയിന്റ്സ് ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഈ ദിവസത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ബാങ്ക് നിഫ്റ്റിയുടെ നേട്ടം തന്നെയായിരുന്നു. ഏകദേശം 2.7% നേട്ടത്തിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, RBIയുടെ റേറ്റ് കട്ട് തന്നെയായിരുന്നു. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ്സ് ഏപ്രിൽ 9-നാണ് RBI കട്ട് ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ സമീപ റാലിയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട ഒരു സ്റ്റോക്കായിരുന്നു ഇൻഡസിൻ ബാങ്ക്. ഇൻഡസിൻ ബാങ്ക് ഏകദേശം 7% നേട്ടമുണ്ടാക്കി. മറ്റുള്ള ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കിയാൽ SBI, ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ 2 മുതൽ 4% വരെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സമീപ ദിവസങ്ങളിലായിട്ട് SBI അവരുടെ EBLR റേറ്റ് കുറച്ച് 8.65% HDFC ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് നിരക്ക് 2.75% FD നിരക്ക് 35 മുതൽ 40 ബേസിസ് പോയിന്റ്സ് വരെ കുറച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യ, യെസ് ബാങ്ക്, കാനറ ബാങ്ക് തുടങ്ങിയവ FD നിരക്കുകൾ കുറയ്ക്കുകയുണ്ടായി. ഇനി ICICI സെക്യൂരിറ്റീസിന്റെ ഒരു വീക്ഷണം എന്താണെന്ന് വെച്ചാൽ 50,000-ന് മുകളിലായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഒരു പോസിറ്റീവ് ട്രെൻഡായിട്ട് കണക്കാക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് വരാനുണ്ട്. കൂടാതെ ഒത്തിരിയേറെ റിസൾട്ട് വന്ന് കമ്പനികൾ എത്തരത്തിലായിരുന്നു അവരുടെ പെർഫോമൻസ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. കൂടാതെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും പിൻ ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ അവിടെ കൊടുക്കാറുണ്ട്. ഏതൊക്കെ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നു, ഏതൊക്കെ സ്റ്റോക്കുകളാണ് നന്നായി പെർഫോം ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ നമ്മൾ അവിടെ പറയാറുണ്ട്. അതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് ഇവിടെ പൂർത്തിയാവുകയാണ്. നാളെ വീണ്ടും കാണാം. ഏവർക്കും നന്ദി.